ഇന്ന് മെയ് 5 മരണമാസ് ടൂറിസ്റ്റ് ഫാമിലി ബസൂക്ക ചിത്രങ്ങളുടെ OTT അപ്ഡേറ്റുകൾ അടക്കാം. ഈ ആഴ്ച വരുന്ന OTT റിലീസുകളും പുതിയ OTT അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ്, ബേസിൽ ജോസഫ് നായകനായ ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയ 21 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി വിജയിച്ച ഡാർക്ക് കോമഡി മലയാളം ചിത്രമാണ് മരണമാസ്. ചിത്രം മെയ് 15-ാം തീയതി സോണി ലീവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. സിദ്ധു വൈഷ്ണവി ചേർന്ന് അഭിനയിച്ച മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ ജാക്ക് എന്ന ആക്ഷൻ കോമഡി സ്പൈ ത്രില്ലർ തെലുങ്ക് ചിത്രം നേരത്തെ ഉണ്ടായ അൺഒഫീഷ്യൽ റിപ്പോർട്ട് പോലെ മെയ് 8-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അജിത്ത് നായകനായ ഫാൻ ബോയ് ആക്ഷൻ കോമഡി തമിഴ് ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി. മികച്ച അഭിപ്രായം നേടി 246 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ നേരത്തെ HD പതിപ്പ് അൺഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്ത ഈ സിനിമയും മെയ് 8-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസാകും. മുക്കം പോസ്റ്റ് ദേവച്ച് ഗാർ എന്നൊരു മറാത്തി ചിത്രം ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മറാത്തി ഭാഷകളിൽ OTT റിലീസ് ആയിട്ടുണ്ട്. ദ റോയൽസ് എന്ന പുതിയ ഹിന്ദി റൊമാൻറ്റിക് സീരീസ് മെയ് 9-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. നോനാസ് എന്നൊരു ഇംഗ്ലീഷ് കോമഡി ചിത്രവും മെയ് 9-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT റിലീസാകും. പഞ്ചായത്ത് എന്ന മികച്ച അഭിപ്രായം നേടിയ ഹിന്ദി സീരീസിന്റെ ടീം നിർമ്മിച്ച പുതിയ ഹിന്ദി സീരീസാണ് ഗ്രാം ചികിത്സാലയ്. സീരീസ് മെയ് മാസം 9-ാം തീയതി ഹിന്ദി ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസാകുന്നതാണ്. പ്യാർ പൈസ പ്രോഫിറ്റ് എന്നൊരു ഹിന്ദി സീരീസ് മെയ് 7-ാം തീയതി ആമസോൺ MS പ്ലെയറിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസാകും. മിക്സഡ് അഭിപ്രായം നേടിയ റോബിൻ ഹുഡ് എന്ന ആക്ഷൻ കോമഡി ഹെയ്സ്റ്റ് ത്രില്ലർ തെലുങ്ക് ചിത്രം മെയ് 10-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെ ZEE5 തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. വിദ്യാപതി എന്നൊരു കന്നഡ ആക്ഷൻ കോമഡി ചിത്രം ഇപ്പം ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ജോൺ അബ്രഹാം അഭിനയിച്ച മികച്ച അഭിപ്രായം നേടിയ ഡിപ്ലോമാറ്റ് എന്ന ട്രൂ സ്റ്റോറി പൊളിറ്റിക്കൽ ത്രില്ലർ ഹിന്ദി ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് 9-ാം തീയതി ഹിന്ദി ഭാഷയിൽ OTT റിലീസാകുമെന്നാണ് അൺഒഫീഷ്യൽ വിവരം. സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വരുന്ന വ്യാഴാഴ്ചക്കുള്ളിൽ വന്നേക്കും. അടുത്തത് ബോക്സിംഗ് എന്റർടൈൻമെന്റ് ചിത്രമായിട്ട് തിയേറ്ററിലേക്ക് എത്തി മികച്ച അഭിപ്രായം നേടി വിജയിച്ച് 70 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ നസ്രൻ ഗഫൂർ നായകനാകുന്ന മലയാളം ചിത്രമാണ് ആലപ്പുഴ ജിംഖാന. ചിത്രത്തിന്റെ OTT പ്ലാറ്റ്ഫോം ഏതാണെന്ന് ഇനിയും കൺഫേം ആയിട്ടില്ല എങ്കിലും മെയ് 10-ന് ശേഷം മെയ് അവസാനത്തെ 20 ദിവസങ്ങളിൽ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ആകുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. 2 വർഷം മുന്നേ തിയേറ്ററിലേക്ക് എത്തിയ പ്രതി നിരപരാധിയാണോ എന്ന മലയാളം ചിത്രം മനോരമ മാക്സിന്റെ OTT കമ്മിങ് സൂൺ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. സിനിമ ഈ മാസം തന്നെ OTT റിലീസാകും. മമ്മൂട്ടി നായകനായ ഗെയിം ആക്ഷൻ ത്രില്ലർ മലയാളം ചിത്രമാണ് ബസൂക്ക. 25 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന 27 കോടിയോളം കളക്ഷൻ നേടിയ മിക്സഡ് അഭിപ്രായം നേടിയ ഈ സിനിമ നിലവിൽ പുറത്തു വരുന്ന റൂമേഴ്സ് പ്രകാരം മെയ് മാസം 2-ാം പകുതിയിൽ ZEE5 OTT റിലീസിന് എത്തിയേക്കുമെന്നാണ്. അവസാനത്തെ അപ്ഡേറ്റ്, കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലേക്ക് എത്തിയ മികച്ച അഭിപ്രായം നേടിയ ഫാമിലി തമിഴ് ചിത്രമാണ് ടൂറിസ്റ്റ് ഫാമിലി. ജിയോ ഹോട്ട്സ്റ്റാർ OTT അവകാശം സ്വന്തമാക്കിയ ഈ സിനിമ മെയ് മാസം അവസാനത്തോടെയോ അല്ലെങ്കിൽ ജൂൺ ആദ്യ ആഴ്ചയിലോ ആയിട്ട് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. മെയ് 30-ആണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന സിനിമയുടെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ്.